ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നു, അതാണ് ഇടാൻ പറ്റാഞ്ഞത് കേട്ടോ. അച്ഛന് സുഖമില്ലാണ്ടായി ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു, കോഴിക്കോടായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീഡിയോസൊന്നും എടുത്തതുണ്ടായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് റൗണ്ട് കേക്ക് എങ്ങനെ ഹാർട്ട് ഷേപ്പ് കേക്കാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുന്നതൊന്നും വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ, നമ്മൾ ഓൾറെഡി ഇട്ടതാണല്ലോ. ഇത് പിന്നെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്നായി കിട്ടാനുള്ളൊരു സൂത്രം കേട്ടോ. പിന്നെ കുറച്ച് ഐസ് ക്യൂബ് ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലാക്കിയിട്ട് വെച്ചിട്ട് വിപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഞാൻ കേക്കൊക്കെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ കേക്ക് വെക്കുമ്പോൾ കേക്ക് ബോർഡിൻ്റെ ഒരു സൈഡിലേക്ക് ആക്കി വെക്കുക കേട്ടോ. മറ്റേ ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കാനുണ്ട്. പിന്നെ അതാ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ പ്ലസ് ചിഹ്നത്തിലൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ ഞാൻ ചെയ്തതുപോലെ സൈഡ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അപ്പുറത്തെ വശത്തേക്ക് കുറച്ച് ക്രീമും കൂടി തേച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കട്ട് ചെയ്തത് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ കേക്ക് ക്രം കോട്ട് ചെയ്ത് നല്ലോണം സെറ്റായതിന് ശേഷം മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ആകെ പൊട്ടിപ്പോകും. സെറ്റായിട്ടില്ലെങ്കിൽ പൊട്ടിപ്പോകും കേട്ടോ. കഴിയുന്നതും രാത്രി അങ്ങനെ ക്രം കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിറ്റേന്ന് ചെയ്യണതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഭാഗം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്തും തന്നെ വിപ്പിംഗ് ക്രീം കുറച്ചൊന്ന് ഇതാക്കി കൊടുക്കുക. എന്നിട്ട് എവിടെയാണോ കട്ട് ചെയ്തത് ആ അറ്റത്ത് നിന്ന് തന്നെ വെക്കണം കേട്ടോ. ആ അറ്റത്ത് വെച്ചിട്ട് ഇപ്പുറത്തേക്ക് ഒന്ന് അങ്ങോട്ട് നീക്കി കൊടുത്താൽ ശരിക്കായിട്ട് കിട്ടും കണ്ടോ. അതേപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ. എന്നിട്ട് ഇങ്ങനെ അമർത്തിയാൽ മതി. പിന്നെ അതാ ഞാൻ അവിടെയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ചെറിയൊരു പീസും കൂടെ അവിടെ നിന്ന് എടുക്കുക കേട്ടോ. ഹാർട്ടിൻ്റെ ആ മുകളിലുള്ള ആ വശം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് ചെറിയ ഒരു പീസും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ വരച്ച വര ഉണ്ടല്ലോ, ആ വരേൻ്റെ നേരെയായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കും. പിന്നെ ഞാൻ അവിടെയും കൂടെ കുറച്ച് ക്രീം ആക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, നമ്മുടെ കേക്കിൻ്റെ ഷേപ്പ് കറക്റ്റ് ഹാർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ എല്ലാ കേക്കിലും ചെയ്യണ പോലെ തന്നെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലത്തെ കേക്ക് രണ്ടാമത്തെ കേട്ടോ ചെയ്യണത്. വേഗമായി കിട്ടും. നമ്മൾ കട്ട് ചെയ്യണതൊന്ന് ശ്രദ്ധിച്ചാൽ. പിന്നെ അതുപോലെ തന്നെ കേക്കൊന്ന് സെറ്റാവും വേണം. എന്നാൽ ഹാർട്ട് ഷേപ്പിൻ്റെ ടിന്നൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ശരിക്ക് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അതാ ഞാൻ കുറച്ച് റെഡ് വെൽവെറ്റ് കേക്ക് ആട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ കട്ട് ചെയ്തപ്പോൾ കുറച്ചെടുത്തിട്ട് ഒന്ന് വറുത്തിട്ട് പൊടിച്ചതാണിത്. അപ്പോൾ ഇതൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് സൈഡിൽ കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഡിസൈനായിട്ട് കൊടുക്കുന്നത് ഒരു ഫ്ലവർ വരയ്ക്കാൻ വിചാരിച്ചു കേട്ടോ. മൊത്തം ടോപ്പ് മൊത്തം ഫ്ലവർ ചെയ്യാൻ വിചാരിച്ചു. വിപ്പിംഗ് ക്രീമിൽ കുറച്ച് റെഡ് കളർ ചേർത്തിട്ട് റോസാപ്പൂ വരയ്ക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാ അതേപോലെ ഓരോ സൈഡിൽ നിന്ന് ചെയ്തു തുടങ്ങി. ഈ നോസിൽ ഞാൻ പുതിയത് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ അല്ല കേട്ടോ ഡിസൈൻ വിചാരിച്ചിരുന്നത്. കേക്കിൻ്റെ ആ ക്രംസിൻ്റെ മുകളിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഡിസൈനൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ നമുക്ക് പുതിയൊരു സാധനം കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, അതിനോട് ചെയ്ത് നോക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഏതായാലും ഫ്ലവർ വരയ്ക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടോ. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കിട്ടി. ഫ്ലവറൊക്കെ കണ്ടോ, നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടി. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്കും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ ഇതാ ഞാൻ ലവ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പറും കൂടെ വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും ഇട്ടു കേട്ടോ. ഇത് ആനിവേഴ്സറീൻ്റെ കേക്കാണ്. അപ്പോൾ പിന്നെ ഇങ്ങനൊരു ഇതാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളുടെ ആനിവേഴ്സറീൻ്റെ തന്നെയായിരുന്നു. അപ്പോൾ അതാ ഞങ്ങളുടെ കേക്ക് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്